വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി, കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി, കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. എന്തായാലും സമയം കളയുന്നില്ല. ഇന്ന് നമ്മുടെ അതിഥി അല്ലെ മത്സരാർത്ഥി എന്ത് വേണേ വിശേഷിപ്പിക്കാം, എൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. മാത്രവുമല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗാനം, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അദ്ദേഹമാണ് എനിക്ക് തന്നത്. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം വേറൊരു ട്രാക്കിൽ സഞ്ചരിക്കുകയാണ്. അഭിനയം. ഞാൻ ആ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. നമ്മുടെ അതിഥി മറ്റാരുമല്ല, ഐ വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ദിനേശ് പണിക്കർ. നമസ്കാരം. ദിനേശിനെ കണ്ടിട്ട് എത്ര നാളായി? കുറേ നാളായി. ഒരു വർഷമായി. കൊറോണ കാലത്ത് കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട്? ഇപ്പം ഞാൻ അറിഞ്ഞത് ഏറ്റവും എന്താണ് മേജറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ. അതെ, അതാണ് ഏറ്റവും വലിയ. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. കൊറോണ കാലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആ ഒരു കാലത്ത് ദൈവം എൻ്റെ കൂടെ നിന്നു. എനിക്ക് ഏഷ്യാനെറ്റിൽ പാടാത്ത പൈങ്കിളി എന്ന് പറയുന്ന ഒരു സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഈ കൊറോണ കാലത്ത് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ സിനിമ നടക്കുന്നുണ്ട്, ആഡ് ഫിലിംസ് നടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇല്ലാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഒരു ശാന്തമായി കിടക്കുന്ന ഏരിയയാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഇല്ല. ബാക്കി സിനിമ എന്തായാലും പൈങ്കിളെ കൊണ്ട് ഞാൻ പാടിക്കും കേട്ടോ. പാട്ട്, ഡാൻസ് എന്നിവ ഒഴികെ ബാക്കി എന്ത് പണിയോ ഞാൻ ചെയ്യാം. എന്തായാലും വിശേഷങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. അതെ, തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ദിനേശ് ഈ ഷോ കാണാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും. കാരണം ശ്രീകുട്ടൻ ഉള്ളത് കൊണ്ട് ഇത് കണ്ട് ആസ്വദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പ്രേക്ഷകരോട്, കാരണം എനിക്കൊരു പാട്ട്, ഒരു നാഴികക്കല്ലായിട്ടുള്ള പാട്ട് തന്ന ഒരു വ്യക്തിയാണ്. കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. അതെ, ആ പാട്ട് എനിക്ക് തന്നു. ഇദ്ദേഹം ആ സിനിമയുടെ കിരീടത്തിൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസറാണ്. സെക്കൻഡ് പ്രൊഡ്യൂസർ ഈസ് ഉണ്ണി, കിരീടം ഉണ്ണി. അപ്പം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. അതായത് ദിനേശ് ഇങ്ങനെ എനിക്ക് കണ്ണീർ പൂവിൻ്റെ തന്നിട്ട് നല്ലൊരു മെലഡി സോങ് നമ്മുടെ ബാലഗോപാലൻ തമ്പിക്കുള്ളൂ. അതെ അതെ. അപ്പം ഞാൻ വന്ന് ചോദിച്ചു, ഇതുപോലെ അതെന്താ എനിക്ക് തരാഞ്ഞ്? കാരണം പിന്നെ അത് നല്ല മെലഡി പാട്ടാണല്ലോ, അതെനിക്ക് മതിയായിരുന്നു, ഇത് ഈ സങ്കടപ്പാട്ട് എനിക്ക് വേണ്ടായിരുന്നു. അതെ അതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അതായത് മെലഡിയാണല്ലോ സാധാരണയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഹിറ്റാകാൻ സാധ്യതയുള്ളത്. അതെ, അതുകൊണ്ട് ശ്രീകുട്ടൻ വിചാരിച്ച് അണ്ണം ഈ പറഞ്ഞില്ല അതായിരിക്കും ഹിറ്റാവുന്ന. തമ്പിക്ക് ആ പാട്ട് പോയി. അങ്ങനെ തമ്പി അതിനകത്ത് ഈ പറഞ്ഞ മെലഡിയും പാടി, ശ്രീകുട്ടൻ അതിനകത്ത് പാത്തോസും പാടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടൻ്റെ ഏറ്റവും നല്ല സമയമായിരുന്നുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച മെലഡി പാട്ട് സിനിമയിൽ പോലും വന്നില്ല. ആരും ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇതിനെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡെന്നല്ല, എനിക്കൊന്ന് സെൻട്രൽ വരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു, ആ ഒരു സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു, പാട്ട് ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ചിത്രത്തിൽ കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു ദിനേശ്. കാരണം വേറൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഒരു പടി ചവിട്ടിയേ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെ, അതിലൊരു പടി ദിനേശാണ് എൻ്റെ ജീവിതത്തിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കേറി പാടാ മക്കളെ ഫസ്റ്റ് സെഗ്മെൻറ്റ്. അതെ, രണ്ടാമത് സവാരി ഗിരിഗിരി, മൂന്നാമത് രാജമാണിക്യം. യെസ്. അപ്പം കേറി പാടാ മക്കളെ തുടങ്ങിയാലോ? ആയിക്കോട്ടെ, ഞാൻ റെഡി. കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളെ എന്ന സെഗ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു രഹസ്യം പറയാം. 10 ചോദ്യങ്ങൾ. ഓക്കെ, ഈ 10 ചോദ്യങ്ങളും വന്ദനം എന്ന സിനിമയിലാണ്. ഓ,
നമ്മുടെ പ്രിയന്റെ സിനിമ. പ്രിയന്റെ വന്ദനം എന്നുള്ള സിനിമയിൽ നിന്നാണ്. ഓക്കെ. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വന്ദനം എന്ന സിനിമയിൽ നെടുമുടി വേണു ചെയ്ത കഥാപാത്രം ഏത് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു? ഓപ്ഷൻസ്: എ രാമവർമ്മ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ്, ബി രാമവർമ്മ മെമ്മോറിയൽ ആൻഡ് സയൻസ്, സി രാമവർമ്മ കോളേജ് ഓഫ് ആർട്സ്. 20 സെക്കൻഡ്സ്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ആകാനാണ് സാധ്യത. എ രാമവർമ്മ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ്. യെസ്. ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കാൻ കിടക്കട്ടെ അവിടെ. ഓക്കെ ഓക്കെ, ഒരു സൈഡിലിരിക്കട്ടെ. ഒരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഈ കിരീടം എന്നുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. വേറെ എത്ര പടങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കിരീടമായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ, 1989-ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സിനിമ നിർമ്മിക്കേണ്ട, എനിക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം സിനിമ വേണ്ടെന്ന് മാറിയിരുന്ന സമയത്താണ് വീണ്ടും സിനിമ എന്നെ തേടി വന്നു. അങ്ങനെ 91-ൽ ചെപ്പ് കിലുക്കണ ചങ്ങാതി എന്ന സിനിമ എടുത്തു. അതിനുശേഷം ബോക്സർ, പിന്നെ രജപുത്രൻ, കളിവീട്, പ്രണയവർണ്ണങ്ങൾ, മയിൽപീലിക്കാവ്, മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ്. അവസാനമാണ് ഒരു കൊച്ചു പടം എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, കൂട്ടിക്കൽ ജയചന്ദ്രനെ വെച്ച് ചിരിക്കൊടുക്ക. അങ്ങനെ ടോട്ടലി 9 സിനിമ ഞാൻ നിർമ്മിച്ചു. വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം നിർത്തിയിട്ട് സിനിമയും സീരിയലും. അത് നിർത്തിയതല്ല ആക്ച്വലി. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ എന്ത് വേണമെങ്കിലും പ്രദാനം ചെയ്യാം. എൻ്റെ കേസിൽ അത് കുറേ നഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം സമയം മോശമായതുകൊണ്ട് ആ പരിപാടി നിർത്തിവെക്കാം. അങ്ങനെ നിന്നാണ്, അതുവരെ ഒരു സിനിമയെ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അഭിനയം എന്നെ തേടി വന്നു. അങ്ങനെ ഇപ്പം നടനായിട്ട് നിങ്ങൾ. അപ്പം ഓപ്ഷൻ എ രാമവർമ്മ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ് ഉത്തരം ശരിയാണ്. യു വൺ 2000 rupees. അതിപ്പോ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഓക്കെ.